ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ FC വെർഷൻ 3.0യുടെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. റിവ്യൂ അല്ല, നമ്മുടെ വണ്ടി കൊണ്ടുവരുന്നത് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചെറിയ കാര്യങ്ങളൊക്കെ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ അടിപൊളിയായിട്ട് തന്നെ നേർഡാമൊക്കെ കാണാനായിട്ട് സാധിക്കും. അതൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു പാറപ്പുറത്തൊക്കെയാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് നമ്മൾ ഇന്നത്തെ ഈ വ്ളോഗിലൂടെ കാണുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പം നല്ല ഉച്ച വെയിലൊക്കെ നല്ലതായിട്ട് അടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാറപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല വെയിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അത് കാണിച്ചു തരാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഗൈസ്, അതാണ് നമ്മുടെ നേർ ഡാം. ഇവിടെ കൂടെയാണ് നമ്മൾ വന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ അതിൻ്റെ റിസർവെയറൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഫുള്ള് അടിപൊളിയായിട്ട് തന്നെ അടിപൊളി വ്യൂ ആണ്. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ടാണ് നമ്മുടെ കാളിപ്പാറ അതൊക്കെ വരുന്ന പെണ്ടില്ല. ഇവിടെ ചെറിയ ഇടുങ്ങിയ വഴി കൂടെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കണ്ടില്ല, വണ്ടിയെല്ലാം സെറ്റാണ്. പിന്നെ ഇവിടെ നോക്കിയാൽ ഇവിടെ കുറച്ച് വീടൊക്കെ മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. പിന്നെ കണ്ടില്ലേ, ഇവിടെ കള്ളിമുള്ളി ചെടി, പിന്നെ കുറച്ച് പാറ, ഫുള്ള് കരിഞ്ഞ് നിൽക്കുന്ന കുറേ ചെടികൾ, അതുമാത്രമാണ്. കണ്ടില്ല. ഇനി നമുക്ക് നേരെ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. ഹേ ഗൈസ്, അപ്പോൾ ഇത് FC വെർഷൻ 3.0 ആണ്. ഇത് 149 cc വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് 3 സെക്ഷൻ രീതിയിലാണ് വരുന്നത്. 2 ആണെങ്കിൽ LED ആണ്, 1 യെല്ലോ കളർ ഹാലജൻ ആണ് വന്നിട്ടുള്ളത്. ഈ FC വെർഷൻ 3.0യുടെ ടാങ്കിൻ്റെ ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ FC 250 എന്ന് തോന്നിപ്പോവും. അതോടൊപ്പം തന്നെ ടാങ്കിൻ്റെ മുകളിലാണ് ഇതിൻ്റെ കീ സെറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. മറ്റ് FCയെ പോലെയല്ല നമ്മുടെ ഈ സിംഗിൾ ഗ്രേ ബ്രൈലിൽ വരുന്നത്. പിടിച്ചിരിക്കാൻ വേണ്ടി റൗണ്ട് ഷേപ്പിൽ തന്നെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലാതെയാണെങ്കിൽ വേറെ FCയിലൊക്കെ ആണെങ്കിൽ പകുതി ആയിരിക്കും ഉണ്ടാവുക. നടുക്ക് ഇതേപോലെ പിടിച്ച് വയ്ക്കാനായിട്ടുള്ള ഇത് കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മുടെ ഈ FC വെർഷൻ 3.0യിൽ നമുക്ക് ഫുള്ള് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ടെയിൽ ലാമ്പ് വരുന്നത് ഹാലജിൻ്റെയാണ് ടെയിൽ ലാമ്പ് വരുന്നത്. അതോടൊപ്പം തന്നെ മൽഗാർഡ് വരുന്നത് R15 വെർഷൻ 3 പോലെയുള്ള മൽഗാർഡാണ് ഇതിൻ്റെ ബാക്കിലുള്ളത് വന്നിട്ടുള്ളത്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ വണ്ടിയാണ്. അതോടൊപ്പം തന്നെ 12.8 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി തന്നെ നമുക്കിത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൈലേജ് വരുന്നത് 55 മുതൽ 60 വരെയാണ് ഈ കമ്പനി ഇത് പറഞ്ഞിട്ടുള്ളത്. മൈലേജ് പറഞ്ഞിട്ടുള്ളത് 55 മുതൽ 60 വരെയൊക്കെ ഏകദേശം കിട്ടുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ടാങ്ക് വരുന്നത് മെറ്റൽ വെച്ചിട്ടുണ്ടാക്കിയ ടാങ്കാണ് വന്നിട്ടുള്ളത്. എൻജിൻ ഓണാക്കാനും ഓഫാക്കാനും വേണ്ടിയിട്ട് ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. സെൽഫ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടും ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. R15 വെർഷൻ 3 പോലെയുള്ള പാസ് ലൈറ്റ് ഒഴിവാക്കിയിട്ട് അവർ വേറൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്വിച്ചിൽ തന്നെ നമുക്ക് പാസ് ലൈറ്റും ഡിമ്മും ബ്രൈറ്റും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അത് വേറൊരു അട്രാക്ഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചും ഹോണിൻ്റെ സ്വിച്ചും അടുത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ. ഈ മീറ്ററിൻ്റെ അവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ചെറിയൊരു മീറ്ററാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഫ്യൂൽ ഗേജ് മീറ്റർ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ RPM സെക്ഷൻ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓഡോ മീറ്റർ, അതോടൊപ്പം തന്നെ ട്രിപ്പ് 1, 2 എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ടൈമും എല്ലാം കാണിക്കുന്നുണ്ട്. അത് എനിക്ക് ചെറിയ രീതിയിലാണ് ഈ മീറ്ററിൻ്റെ അവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സീറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ തന്നെ ഒരു കീ സെറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് എയ്ഡും അതോടൊപ്പം തന്നെ കുറച്ച് ടൂൾസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെല്ലാം സീറ്റിൻ്റെ ബാക്കിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാറ്ററി വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്, സൈഡിലായിട്ടാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഈ സീറ്റാണെങ്കിൽ നമുക്ക് കയറി ഇരിക്കുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന സീറ്റാണെങ്കിൽ ചെറിയൊരു ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് സീറ്റ് കവർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു കുഷൻ സെറ്റപ്പ് നമ്മൾ ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. 140 cc സിംഗിൾ സിലിണ്ടറാണ് വന്നിട്ടുള്ളത്. എൻജിൻ സൈഡിൽ നിന്ന് നോക്കിയാൽ 7500 RPMൽ 12.5 PS പവർ കിട്ടുന്നുണ്ട്. 132 ഭാരമാണ് ഈ ബൈക്കിനുള്ളത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിൽ 160 mm ആണ്. അതോടൊപ്പം തന്നെ സീറ്റ് ഹൈറ്റ് വരുന്നത് 790 mm ആണ് കേട്ടോ. 17 ഇഞ്ച് അലോയിലുള്ള ട്യൂബ്ലെസ് ടയറാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ടയർ സൈസ് വരുന്നത് 100, 80, 17 ആണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബാക്ക് ടയർ ആണെങ്കിൽ 140, 60, 17 ആണ് വന്നിട്ടുള്ളത്. വീൽ സൈസ് വരുന്നത് ഫ്രണ്ടിലാണെങ്കിൽ 431.8 mm ആണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബാക്കിലും 431.8 mm ആണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡിസ്ക് ബ്രേക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇന്നത്തെ ഈ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടാവാം. സോ എനിക്ക് അറിയാവുന്നതും അതോടൊപ്പം തന്നെ ഞാൻ യൂട്യൂബിൽ നോക്കി കുറച്ച് റിവ്യൂ
കണ്ട് പഠിച്ചത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും ഉണ്ടാവാം. ആദ്യമായിട്ടാണ് ഇതേപോലുള്ള ബൈക്കിൻ്റെ റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ ഇടുന്നത്. അതിൻ്റെ പോരായ്മകളെല്ലാം ഉണ്ടാവാം. എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടും കമൻറ്റ് ചെയ്യാം. പുതിയ ഓഡിയൻസിന് അത് ഉപകാരപ്പെടും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കുറച്ച് സ്പെക്കിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിൽ മെയിനായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്. അപ്പോൾ ഇത് പുതിയൊരു സീരീസ് ആയിട്ട് നമ്മൾ ഇതുപോലെ വണ്ടിയിലെ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കണ്ടൻറ്റ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇനി അടുത്ത അടിപൊളി വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.